നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് പോകേണ്ടത് അത് ഇസ്രയേലിലേക്ക് തന്നെയാണ്. ഇസ്രയേലിൽ കനത്ത നാശം വിതച്ചുകൊണ്ട് ഇറാന്റെ ആക്രമണം. സ്പെഷ്യലി ടെൽ അവീവ് തുടങ്ങിയ ഇസ്രയേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് കനത്ത ആക്രമണമാണ് ഇപ്പോൾ ഇറാൻ നടത്തുന്നത്. അതായത് ഈ ടെൽ അവീവ് തുടങ്ങിയ നഗരങ്ങളിൽ കാര്യങ്ങൾ കൈവിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അയൺ ഡോം തുടങ്ങിയ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെയെല്ലാം നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതിൽ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് സൊറോക്ക് ആശുപത്രി. അതായത് ഇസ്രയേലിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രികളിൽ ഒന്നാണ്. ഈ ഒരു ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇസ്രയേൽ പറയുന്നത് ഇറാൻ ആശുപത്രികളെയും അതുപോലെ തന്നെ സിവിലിയൻ കേന്ദ്രങ്ങളെയുമാണ് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം നടത്തുന്നതെന്നാണ് ഇസ്രയേൽ ആരോപിക്കുന്നത്. എന്നാൽ അങ്ങനെ പറയാനായിട്ട്, അതായത് ഇപ്പോൾ ഇസ്രയേൽ മറ്റൊരു രാജ്യത്തോട് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഇസ്രയേൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഇസ്രയേൽ ആദ്യം നോക്കണം. സൊറോക്കോ ആശുപത്രിക്ക് നേരെ ഉണ്ടായ ഈ ഒരു ആക്രമണം അത് മനഃപൂർവ്വം ഉണ്ടായ ആക്രമണമാണ്, അതായത് ഇറാൻ മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു ആക്രമണമാണ് എന്ന രീതിയിലാണ് ഇസ്രയേലിൻ്റെ സഹവിദേശ മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇറാൻ പറയുന്നത് മറ്റൊരു കാര്യമാണ്. അതായത് ഞങ്ങൾ ആശുപത്രി ഒന്നും തന്നെ ലക്ഷ്യം വെച്ചിട്ടില്ല, സൈനിക കേന്ദ്രങ്ങൾ മാത്രമേ ഞങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുള്ളൂ എന്നാണ് ഇറാൻ പറയുന്നത്. ഏകദേശം 271 പേരോളം പരിക്ക് പറ്റി എന്ന രീതിയിലാണ് ആദ്യത്തെ ഒരു റിപ്പോർട്ട് വരുന്നത്. എന്നാൽ ഒരുപക്ഷെ ഈ ഒരു കെട്ടിടങ്ങൾ തകർന്നതിൻ്റെ അകത്ത് നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇറാൻ നടത്തിയ ആക്രമണത്തിൽ സൈനിക കേന്ദ്രങ്ങളും, അതായത് ഇസ്രയേലിൻ്റെ സൈനിക കേന്ദ്രങ്ങളും അതുപോലെ തന്നെ ഇൻ്റലിജൻസ് ആസ്ഥാനങ്ങളും എല്ലാം തന്നെ ഉൾപ്പെടുന്നുണ്ട്. ഇസ്രയേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം പാളി എന്ന് പറയുന്നത് ഇസ്രയേലി മാധ്യമങ്ങൾ തന്നെ അത് സമ്മതിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇസ്രയേലിലുടനീളം എല്ലായിടത്തും അപായ സൈറനുകൾ മുഴങ്ങുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റു ചില മാധ്യമങ്ങൾ നിരീക്ഷിക്കുന്നത്, അതായത് ഗസയിലെ ജനങ്ങൾ എന്താണോ ഇത്ര വർഷങ്ങളായിട്ട് അനുഭവിച്ചു വന്നത് അതിപ്പോൾ ഇസ്രയേലിലെ ജനങ്ങളും ആദ്യമായിട്ട് മനസ്സിലാക്കുകയാണ് എന്ന രീതിയിലാണ് ചില പത്രമാധ്യമങ്ങൾ ഈ ഒരു സംഭവത്തെ വിലയിരുത്തുന്നത്. അതിനിടെ ഇറാനെ ആക്രമിച്ച ഇസ്രയേലിൻ്റെ ഈ ഒരു പ്രവൃത്തിയെ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ റഷ്യ മുമ്പോട്ട് വന്നിരിക്കുകയാണ്. അതായത് റഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാഡിമിർ പുടിനാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. യുദ്ധം വ്യാപിക്കുന്നത് ഈ ഒരു ലോകത്തെ അത്യന്തം അനിശ്ചിതത്വത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, റഷ്യയും ഇറാനും എന്ന് പറയും മികച്ച രീതിയിൽ സൗഹൃദം പുലർത്തുന്ന രണ്ട് രാജ്യങ്ങളാണ്. അതുപോലെ തന്നെ ഇറാന് ഇപ്പോൾ അമേരിക്ക എങ്ങനെയാണോ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്നത്, ഒരു പക്ഷേ ഈ യുദ്ധം കൂടുതൽ കടുക്കുകയാണെന്നുണ്ടെങ്കിൽ റഷ്യ ഒരു പക്ഷേ, ഉറപ്പുള്ള കാര്യമല്ല, ഒരു പക്ഷേ റഷ്യ ഇറാന് വേണ്ടി രംഗത്ത് വന്നേക്കാം. പുടിൻ്റെ ഒരു പ്രസ്താവനയുണ്ട്, ഇറാനെ സംരക്ഷിക്കുക എന്നുള്ളത് അത് റഷ്യയുടെ കടമയാണ് എന്ന രീതിയിലാണ് പുടിൻ പറഞ്ഞു വെക്കുന്നത്. അതിനിടെ മറ്റൊരു പ്രസ്താവന വരുന്നത് IRGCയുടെയാണ്, അതായത് ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെയാണ് ഒരു പ്രസ്താവന വരുന്നത്. ഇസ്രയേലിന് ശക്തമായ രീതിയിൽ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് IRGC ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ജൂൺ 19 IRGC കുറേയധികം വിവരങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. ജൂൺ 19 സെയ്ജിൽ എന്ന് പറയുന്ന ഒരു ദീർഘദൂര മിസൈൽ ഇസ്രയേലിനെതിരെ പ്രയോഗിച്ചു എന്നാണ് IRGC ഇവിടെ വ്യക്തമാക്കുന്നത്. ഈ ഒരു മിസൈലിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഭൂഖണ്ഡാന്തര മിസൈലുമായി ഒരുപക്ഷെ കമ്പയർ ചെയ്യാൻ സാധിക്കുന്ന ഒരു മിസൈലാണ് ഈ ഒരു സെയ്ജിൽ എന്ന് പറയുന്ന ഈ ഒരു മിസൈൽ. ഇതാണ് ഇപ്പോൾ ഇറാൻ ഇസ്രയേലിനെതിരെ പ്രയോഗിച്ചത് എന്നാണ് IRGC വ്യക്തമാക്കുന്നത്. അതിനിടെ ശക്തമായൊരു പ്രതികരണവുമായിട്ട് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖംനായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇസ്രയേലും അമേരിക്കയും ഭീഷണിയുമായിട്ട് ഇങ്ങോട്ട് വരണ്ട എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതായത് യാതൊരുവിധ ഭീഷണിക്കും സമ്മർദ്ദത്തിനും വഴങ്ങില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ ഇറാന്റെ പാർലമെന്റ് ഉണ്ട്, 290ഓളം പേർ അടങ്ങുന്ന ഈ ഒരു പാർലമെന്റ് സംയുക്തമായൊരു പ്രസ്താവനയും ഇറക്കിയിട്ടുണ്ട്. ആക്രമണത്തെ ശക്തമായ ഭാഷയിലാണ് ഇവർ എതിർക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങൾ മൗനം പാലിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഇസ്രയേലിന് സഹായം നൽകുന്നതായി കണക്കാക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടെ ഇവർ നൽകുന്നുണ്ട്. മറ്റൊരു വാർത്ത വരുന്നത് ട്രംപിൻ്റെ അടുത്ത് നിന്നാണ്. ട്രംപ് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. തെഹ്റാനിലെ ജനങ്ങൾ ആ ഒരു പ്രദേശം ഒഴിയണമെന്നാണ് ട്രംപ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്.
എന്നാൽ ചില കാര്യങ്ങൾ ആശങ്കയുണ്ടാക്കുന്നതാണ്, ചില റിപ്പോർട്ടുകൾ ആശങ്കയുണ്ടാക്കുന്നതാണ്. അമേരിക്ക യുദ്ധത്തിൽ ചേരാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് എന്നാണ് ചില മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ ഇരുകൂട്ടരും ചർച്ചകളിലേക്ക് മടങ്ങി വരണമെന്നാണ് ലോക രാജ്യങ്ങൾ ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്.